വാസ്തുശാസ്ത്രം അനുസരിച്ച് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പുതുവർഷത്തിലെ കലണ്ടർ എന്നത്. അതായത് എല്ലാവരും തന്നെ പുതുവർഷമാകുമ്പോൾ വീടുകളിൽ ഉണ്ടായിരുന്ന പഴയ വർഷത്തെ കലണ്ടർ മാറ്റുകയും പുതുവർഷത്തെ കലണ്ടർ വളരെ വേഗത്തിൽ തന്നെ വീടുകളിൽ തൂക്കുകയും ചെയ്യുവാൻ ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ഇത്തരത്തിൽ പുതുവർഷത്തെ കലണ്ടർ വീടുകളിൽ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കലണ്ടറിൻ്റെ ദിശയാണ്. അതായത് കൃത്യമായ ദിശയിലേക്കല്ല ആ കലണ്ടറിൻ്റെ മുഖം വരുന്നത് എങ്കിൽ അത് വളരെയധികം ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒന്നായിരിക്കും. ഇനി നേരെ മറിച്ച് ശുഭകരമായ സ്ഥാനത്ത് കലണ്ടർ ഇടുകയും അതിനോടൊപ്പം തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പുതുവർഷത്തിൽ ഒട്ടനവധി ധനനേട്ടങ്ങളെ ആകർഷിച്ചെടുക്കുവാൻ കഴിയും. അതിന് കാരണം മറ്റൊന്നുമല്ല, വാസ്തുപരമായി നോക്കുമ്പോൾ കലണ്ടർ എന്നത് സമയം, നേരം, കാലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളെയും അതുപോലെ തന്നെ ശുഭകരമായ അനുഭവങ്ങളെയും ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ ഈ ഒരു കാര്യത്തിന് കഴിയും. പണ്ടുള്ളവർ നിരന്തരം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ക്ലോക്കിൻ്റെ സൂചി അനങ്ങാത്ത അവസ്ഥയിൽ ഒരു കാരണവശാലും വീടുകളിൽ വയ്ക്കരുത് എന്നുള്ളത്. കാരണം ക്ലോക്ക് എന്ന വസ്തുവും സമയവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഘടികാരം നിലച്ചു കഴിഞ്ഞാൽ അത് ആ വീടിന് വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നതുപോലെ തന്നെയാണ് തെറ്റായ സ്ഥാനങ്ങളിൽ തൂക്കിയിരിക്കുന്ന കലണ്ടറും. അപ്പോൾ പുതുവർഷം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും തന്നെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി കാണുവാൻ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയത്ത് വാസ്തുദോഷം കൊണ്ട് മാത്രം ജീവിതത്തിൽ അശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പുതുവർഷത്തെ കലണ്ടർ തൂക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിശകളെ പറ്റിയും ഒരു കാരണവശാലും നിങ്ങൾ കലണ്ടർ ഇടുവാൻ പാടില്ലാത്ത ദിശകളെ പറ്റിയും ഒപ്പം തന്നെ പുതുവർഷത്തിലെ കലണ്ടർ തൂക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസത്തെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുവാൻ പോകുന്നത് പുതുവർഷത്തെ കലണ്ടർ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഒരു കാരണവശാലും ആ കലണ്ടർ തൂക്കുവാൻ പാടില്ലാത്ത ദിശകളെ പറ്റിയാണ്. അതിൽ ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിരിക്കുന്ന പുതുവർഷ കലണ്ടറിൻ്റെ മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുവാൻ പാടില്ല എന്നതാണ്. കാരണം പടിഞ്ഞാറ് എന്നത് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അസ്തമയത്തിൻ്റെ പ്രതീകമായാണ് പടിഞ്ഞാറ് ദിശ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ദിക്കിലേക്ക് മുഖം വരത്തക്ക രീതിയിൽ കലണ്ടർ ഇടുന്ന വീടുകളിൽ എല്ലാ രീതിയിലും ഒരു അസ്തമയത്തിൻ്റെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നുവച്ചാൽ എപ്പോഴും ഇരുൾ മൂടിയ അവസ്ഥയും കഷ്ടകാലവുമായിരിക്കും ഇത്തരത്തിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ കലണ്ടർ തൂക്കിയിരിക്കുന്ന വീടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്. എത്രയൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിൽ ഒരു ഉയർച്ചയോ മുന്നേറ്റമോ കൈവരിക്കുവാൻ ഇത്തരത്തിൽ ആ വീടുകളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് കഴിയില്ല. ഇനി അടുത്തതായി പുതുവർഷത്തെ കലണ്ടർ നിങ്ങളുടെ വീടുകളിൽ തൂക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ദിശ എന്ന് പറയുന്നത് തെക്ക് ദിശയാണ്. അതായത് തെക്ക് ദിശയിലേക്ക് കലണ്ടറിൻ്റെ മുഖം അഥവാ ദർശനം വരത്തക്ക രീതിയിൽ നിങ്ങൾ കലണ്ടർ ഇടുവാൻ പാടില്ല എന്നതാണ്
ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം തെക്ക് എന്നത് യമദിശയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെക്ക് ദിശയിലേക്ക് കലണ്ടറിൻ്റെ മുഖം വരത്തക്ക രീതിയിൽ ഇട്ടിരിക്കുന്ന വീടുകളിൽ വലിയ രീതിയിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ മനഃപൂർവ്വം കാലന് വീട് കയറുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാണ് ഇത്. അപ്പോൾ ചില വ്യക്തികൾ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എന്തൊക്കെ ചെയ്താലും ഒരു സാമ്പത്തിക ഉന്നമനമോ അല്ലെങ്കിൽ ഒരു ജീവിത പുരോഗതിയോ ഉണ്ടാവുന്നില്ല എന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൽ ഏതെങ്കിലും ഒരു ദിശയിലേക്കാണോ നിങ്ങളുടെ വീടുകളിലെ പുതുവർഷ കലണ്ടറിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. ഒപ്പം തന്നെ ആ ഒരു തെറ്റ് 2026 ചെയ്യാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമതായിട്ട്, പുതുവർഷ കലണ്ടർ ഒരു കാരണവശാലും നിങ്ങൾ തൂക്കുവാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് ബാത്റൂമിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാ വീടുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ പുറം ഭാഗത്തെ ഭിത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മുറിയുടെ ഭിത്തിയായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ മുറിയിൽ തൂക്കിയിടുന്ന കലണ്ടറുകളുടെ സ്ഥാനം ഒരുപക്ഷെ ബാത്റൂമിൻ്റെ പുറം ഭിത്തിയായിട്ടായിരിക്കും വരുന്നത്. അത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത്തരത്തിൽ ബാത്റൂമിൻ്റെ ഭിത്തിയാണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി 100ൽ ഒരു 80% വീടുകളിലും ചെയ്യുന്ന ഒരു തെറ്റാണ് പുതുവർഷത്തെ കലണ്ടർ വീടിൻ്റെ ജനലിൻ്റെ ഭാഗത്തായി ഇടുന്നത്. അതായത് പലപ്പോഴും ജനലിൻ്റെ അരികിലായോ ജനലിനോട് കുറുകെയായോ ആയിരിക്കും ആ കലണ്ടറിൻ്റെ സ്ഥാനം. പ്രത്യേകിച്ച് ജനലിൻ്റെ കട്ടളപ്പടിയിലും മറ്റും ആണിയടിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ അവിടെ കലണ്ടർ തൂക്കുന്നത്. എന്നാൽ ഒരു വീട്ടിലേക്ക് വരുന്ന വായു പ്രവാഹത്തിനെയും ഊർജനിലയെയും അത്രയധികം സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് ജനൽ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ജനലിനരികിലായോ ജനലിനോട് കുറുകെയായോ ഒക്കെ കലണ്ടർ തൂക്കിയിടുന്നത് വളരെ ദോഷകരമാണ്. അതിനാൽ അത്തരത്തിൽ ജനലിൻ്റെ ഭാഗത്തായോ ജനലിൻ്റെ അരികിലായോ ആണിയടിച്ച് കലണ്ടർ തൂക്കുന്നത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഇനി ജനൽ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വാതിലും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലായിരുന്നാലും മറ്റേതെങ്കിലും വാതിലായിരുന്നാലും അതിന് പുറകുവശത്തായി ഒരു കാരണവശാലും നിങ്ങൾ കലണ്ടർ തൂക്കുവാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് കലണ്ടർ തൂക്കുവാൻ ഏറ്റവും ശുഭകരമായതും ആ ഭാഗത്ത് കലണ്ടർ തൂക്കിയിട്ടുണ്ടെങ്കിൽ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നതുമായ ദിശകളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായി, പുതുവർഷത്തെ കലണ്ടർ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീടിന് സർവ്വ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുവാൻ കാരണമാകുന്ന ഒരു ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശയിലേക്ക് മുഖം വരത്തക്ക രീതിയിൽ നിങ്ങൾ കലണ്ടർ ഇടുന്നതാണ്. അതായത് കിഴക്ക് ദിശയിലേക്കായിരിക്കണം കലണ്ടറിൻ്റെ ദർശനം വരേണ്ടത്. കാരണം കിഴക്ക് എന്നത് പോസിറ്റീവ് ഊർജവുമായും സൂര്യോദയവുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിവിശേഷകരമായ ഫലങ്ങളായിരിക്കും ഇത്തരത്തിൽ പുതുവർഷത്തെ കലണ്ടർ കിഴക്ക് ദർശനം വരുന്ന രീതിയിൽ ഇടുന്ന വീടുകൾക്ക് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി, പുതുവർഷ കലണ്ടറിൻ്റെ ദർശനം വരുവാൻ ഏറ്റവും ശുഭകരമായ ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ്. വടക്ക് ദിശ എന്നത് കുബേര ദിശ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. കാരണം സർവ്വധന നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും ഒരു വീടിന് ഉണ്ടാകണമെങ്കിൽ അതിൽ കുബേര ദിശ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളും
കടബാധ്യതകളുമൊക്കെ വളരെയധികമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പുതുവർഷത്തെ കലണ്ടർ തൂക്കുവാൻ ഏറ്റവും ഉത്തമമായത് വടക്ക് ദിശയിലേക്ക് ദർശനം വരുന്ന തരത്തിൽ അവ തൂക്കുന്നത് തന്നെയാണ്. ഇനി മൂന്നാമതായി വടക്ക് കിഴക്ക് ദിശയിലേക്ക് ദർശനം വരുന്ന രീതിയിൽ പുതുവർഷത്തെ കലണ്ടർ തൂക്കിയിടുന്നതും വളരെ ശുഭകരം തന്നെയാണ്. അത് വീട്ടിൽ ശാന്തതയും സമാധാനവും വർദ്ധിപ്പിക്കുകയും സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനും കാരണമാകും. ഇനി ദിശകൾക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ നിങ്ങൾ പുതുവർഷത്തെ കലണ്ടറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് കലണ്ടറിൽ സൂചി കുത്തിവെക്കുക എന്നത്. അതായത് പിന്നീട് നിങ്ങൾക്ക് സൂചി എടുക്കുവാനുള്ള എളുപ്പത്തിനും അതുപോലെ തന്നെ വളരെ കാലങ്ങളായി നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന രീതിയിലുമായിരിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പ്രവൃത്തി കൊണ്ട് കലണ്ടറിന് കേടുപാടുകൾ സംഭവിക്കുന്നത് വളരെയധികം നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കുവാൻ കാരണമാകും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് സങ്കടങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു നേരമുണ്ടാവില്ല എന്നതാണ് സത്യം. ഇനി അതുപോലെ തന്നെ ചില ആളുകൾ വളരെ വേഗത്തിൽ എന്തെങ്കിലും എഴുതേണ്ടതായ സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കലണ്ടറിൻ്റെ ഒരു മൂല കീറി എടുത്തതിനു ശേഷം അതിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ചു വെക്കും. എന്നാൽ അത്തരത്തിൽ കലണ്ടർ കീറുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ല. ഇത് വാസ്തുപരമായി ദോഷം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തതായി പറയേണ്ടത് കലണ്ടറിൻ്റെ എണ്ണത്തെ പറ്റിയാണ്. അതായത് പുതുവർഷമാകുമ്പോൾ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന കലണ്ടറുകളല്ലാതെ സ്വർണ്ണക്കടകളിൽ നിന്നും മറ്റുമായും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള കടകളിൽ നിന്നുമൊക്കെയായി നിങ്ങളുടെ വീടുകളിൽ ഒന്നിലധികം കലണ്ടറുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ഒന്നിലധികം കലണ്ടറുകളുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, മുഴുവനായി കലണ്ടറിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒറ്റ സംഖ്യയായിരിക്കണം വരുന്നത്. അതായത് 1, 3, 5, 7 എന്നിങ്ങനെയുള്ള രീതികളിലാണ് നിങ്ങളുടെ വീട്ടിൽ കലണ്ടറിൻ്റെ എണ്ണമുള്ളതെങ്കിൽ അത് വളരെ ശുഭകരമാണ്. എന്നാൽ നേരെ മറിച്ച് ഇരട്ട സംഖ്യകളിലായാണ് വരുന്നതെങ്കിൽ ദോഷഫലങ്ങളാണ് നൽകുക. അതായത് 2, 4, 6, 8 എന്നിങ്ങനെയുള്ള എണ്ണത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉള്ളതെങ്കിൽ ഒരെണ്ണം വേറെ വാങ്ങി അത് ഒറ്റ സംഖ്യയാക്കി മാറ്റുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കലണ്ടർ എന്ന വസ്തു ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് തീർച്ചയായും നമ്മുടെ കണ്ണ് പതിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. മാത്രമല്ല അവ വളരെയധികം വീടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നായതിനാൽ തന്നെ കലണ്ടറിൽ വരുന്ന ചിത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ചില ചിത്രങ്ങൾ വരുന്ന കലണ്ടറുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും എന്നാൽ മറ്റു ചില ചിത്രങ്ങളുള്ളവ നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അതിൽ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഇതിൽ ഒന്നാമതായി നിങ്ങൾ ഒഴിവാക്കേണ്ടത് ദുഃഖിച്ചു നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെയോ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളുടെയോ കുട്ടികളുടെയോ ഒക്കെ ചിത്രമുള്ള കലണ്ടറുകളാണ്. കാരണം അത്തരത്തിലുള്ള ചിത്രങ്ങൾ നെഗറ്റിവിറ്റിയാണ് കൂടുതലായി ആകർഷിക്കുന്നത്. മാത്രമല്ല ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരികയുമില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ ദുഃഖിച്ചു നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ചിത്രമുള്ള ഒരു കലണ്ടറാണെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഇനി അതുപോലെ തന്നെ മിക്ക കലണ്ടറുകളിലും ചില സമയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധഭൂമിയുടെ പശ്ചാത്തലം വരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടാവും. അത് കുരുക്ഷേത്ര യുദ്ധമായിരുന്നാൽ പോലും ദോഷകരം തന്നെയാണ്.
ഇനി അടുത്തതായി നിങ്ങൾ ഒഴിവാക്കേണ്ടത് വന്യമൃഗങ്ങളുടെ ചിത്രമുള്ള കലണ്ടറുകളാണ്. അതായത് ഏത് തരത്തിലുള്ള വന്യമൃഗത്തിൻ്റെ ചിത്രമാണെങ്കിലും അത് നിങ്ങളുടെ വീടുകളിൽ തൂക്കുന്നത് ശുഭകരമല്ല. അതുപോലെ തന്നെ പൊട്ടിയ കെട്ടിടങ്ങൾ, അസ്തമയ സൂര്യൻ്റെ ചിത്രം, ഒന്നുമില്ലാതെ തരിശായി കിടക്കുന്ന ഭൂമിയുടെ ശൂന്യമായ ചിത്രം എന്നിവയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഇനി പുതുവർഷത്തിലെ കലണ്ടർ തൂക്കുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും ഉത്തമമായ ചിത്രങ്ങളിൽ ഒന്നാമത്തേതായി വരുന്നത് ഭംഗിയുള്ള പൂക്കളുടെ ചിത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണുവാൻ കഴിയും, പുതുവർഷത്തിൻ്റെ തുടക്കമായ ജനുവരി മാസത്തിലെ ഡേറ്റുകൾ വരുന്ന കലണ്ടറിൻ്റെ മിക്കവാറും തുടങ്ങുന്നത് ഏതെങ്കിലും മനോഹരമായ പൂക്കളുടെ ചിത്രം വച്ചായിരിക്കും. കാരണം ഇത് വളരെയധികം പോസിറ്റിവിറ്റിയെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ പൂക്കളുടെ ചിത്രമുള്ള കലണ്ടറുകൾ വീടുകളിൽ തൂക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യമായിരിക്കും നൽകുക. ഇനി രണ്ടാമതായി ഏറ്റവും മഹത്തായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഉദയസൂര്യൻ്റെ ചിത്രം. അതായത് ഇത് പൂർണ്ണമായും പോസിറ്റിവിറ്റിയെ ആകർഷിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ മിക്കപ്പോഴും കലണ്ടറുകളിൽ ഉണ്ടാകുന്ന ഒരു ചിത്രമായിരിക്കും സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്ത്രീയുടെ ചിത്രം. ഇത്തരത്തിൽ സ്വർണ്ണാഭരണം അണിഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ ചിത്രമോ അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങളുടെ ചിത്രമുള്ള കലണ്ടറുകളും വളരെയധികം പോസിറ്റിവിറ്റി നൽകുന്നവയാണ്. പ്രത്യേകിച്ച് ജ്വല്ലറികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കലണ്ടറുകളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കും കൂടുതൽ. എന്നാൽ തന്നെ ആ കലണ്ടറുകൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ സ്വർണത്തിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണം അണിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെയോ ചിത്രമുള്ള കലണ്ടറുകൾ തീർച്ചയായും വടക്ക് ദർശനം വരുന്ന രീതിയിൽ ഇടുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണ്. കാരണം വടക്ക് കുബേരദിശയായതിനാൽ തന്നെ കൂടുതൽ സമ്പന്നത ഇത് ആകർഷിച്ചെടുക്കും. ഇനി അതുപോലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുടെ ചിത്രമുള്ള കലണ്ടറുകളായിരുന്നാലും അത് നിങ്ങളുടെ പുതുവർഷത്തെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കും. ഇനി കൂടുതൽ ആളുകളും വളരെയധികം ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആഗ്രഹിച്ച് വാങ്ങുന്നതുമായ ഒന്നാണ് ദൈവങ്ങളുടെ ചിത്രങ്ങളുള്ള കലണ്ടറുകൾ. അതായത് ദേവീദേവന്മാരുടെ ചിത്രമുള്ള കലണ്ടറുകൾ വളരെ പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീടിന് നൽകുന്നവ തന്നെയാണ്. എന്നാൽ ഒരു കാരണവശാലും ദേവീദേവന്മാരുടെ ചിത്രമുള്ള കലണ്ടറുകൾ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ കൊണ്ടുപോയി തൂക്കരുത്. പകരം നിങ്ങൾക്ക് ഹാളിലും മറ്റുമായി അവ ഇടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പശു, ആന, മീൻ എന്നിങ്ങനെയുള്ള ജീവികളുടെ ചിത്രമുള്ള കലണ്ടറുകളും നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഫലങ്ങളായിരിക്കും നൽകുക. ഇനി ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അതായത് ദേവഗുരുവായ വ്യാഴം നിങ്ങൾക്ക് വരും വർഷത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുവാനായി രാവിലെ 6 മണി മുതൽ 8:30 വരെയുള്ള സമയത്തായോ അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ 10 മുതൽ 12 വരെയുള്ള സമയത്തായോ നിങ്ങൾക്ക് കലണ്ടറുകൾ തൂക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതുവർഷത്തിലെ കലണ്ടർ മാറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഒപ്പം തന്നെ ഈ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.